Good morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Good morning, ma'am. Morning, ma'am. Good morning. നാളത്തെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നോ നിങ്ങളോട്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എന്തായിരുന്നു? പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ? ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 റീസൺസ് ആണ് നമ്മൾ എടുത്ത് നിർത്തിയത്. അതിലെ ഫസ്റ്റ് റീസൺ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. എന്താണ് നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് സർവീസ് അല്ലെങ്കിൽ പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആണ് ഇത്, നെക്സ്റ്റ് റീസൺ ആണ് ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെ? അവരുടെ പെർഫോമൻസ് എന്താണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള റീസൺ ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നോക്കാം. It's necessary to keep a pulse of on hospital staff's performance to keep the intervals. Happy staff will have better patient care. If the patient are not satisfied with their visits, thus there is a possibility that the patient will choose for services from another provider. Therefore, it's necessary to listen to the patient, which will make them feel strengthened. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഈ എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിന് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രവർത്തനം വിലയിരുത്തണം അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആ പ്രവർത്തനങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ അവർ കറക്റ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടോ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? ഒരു കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ, റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിലൂടെ അവരുടെ ആ സ്റ്റാഫുകളുടെ പ്രകടനം നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ സ്റ്റാഫുകൾ കൃത്യമായിട്ട് ഡ്യൂട്ടീസുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്താനായിട്ടും അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണ് ആ പെർഫോമൻസ് അളക്കുന്നതിലൂടെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല സ്റ്റാഫുകൾ എന്താണ് നല്ലൊരു രോഗി പരിചരണമാണ് കൊടുക്കുന്നത് അല്ലെ? നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, അവര് നല്ല ഡെഡിക്കേറ്റബിൾ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റലുകളിലെ രോഗികൾക്ക് നല്ല രീതിയിലുള്ള പരിചരണം അവരിലൂടെ നമുക്ക് സാധ്യമാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഹോസ്പിറ്റലില് രോഗി പരിചരണത്തിൽ കൂടുതൽ രോഗികൾ സാറ്റിസ്ഫൈഡ് അല്ല. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അവരുടെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ സർവേയിലൂടെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ രോഗികൾക്ക് കിട്ടുന്നത് നല്ല രീതിയിലുള്ള പരിചരണമല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നും ലഭിക്കുന്ന പരിചരണം ബെറ്റർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ? അങ്ങനെ നമുക്ക് എന്താണ് അവരുടെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ രോഗികൾ എന്ത് ചെയ്യും? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ നല്ല രീതിയിൽ പരിശോധിക്കുന്നില്ല, നല്ല രീതിയിൽ ട്രീറ്റ്മെന്റുകൾ നടത്തുന്നില്ല എങ്കിൽ രോഗികൾ അവിടെ നിലനിൽക്കുമോ? ആ ഹോസ്പിറ്റലിലേക്ക് പിന്നെയും വരാനായിട്ട് അവർ ഇടവരോ? ഇല്ല. പിന്നെ എന്താണ്
മറ്റു നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും സർവീസുകളും ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവർ പോകാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാതെ വേറെ ഹോസ്പിറ്റലിൽ തേടി പോകാനായിട്ട് അവര് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, നല്ലൊരു രോഗി പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയാണ്? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, അവരുടെ സ്റ്റാഫുകള്, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തണം. അവരെങ്ങനെയാണ്, അവർ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് രോഗി പരിചരണം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. നല്ല രീതിയിലുള്ള ഒരു പരിചരണമല്ല കൊടുക്കുന്നതെങ്കിൽ രോഗികൾക്ക് എന്താണ് അൺസാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെ അവർ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് നമ്മൾക്ക് വിലയിരുത്തി അത് അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്, അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ എന്താണ്, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നാണോ വന്നിട്ടുള്ളത് പാകപ്പിഴകൾ വന്നിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരില്ല. കാരണം എന്താണ്? ഇവരിൽ നിന്ന് കിട്ടുന്ന രോഗി പരിചരണം എന്ന് പറയുന്നത് ലോ ക്വാളിറ്റി ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ നീഡ്സ്, വാണ്ട്സുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് അടുത്ത് ഇടപഴകി നല്ല രീതിയിൽ ഹോസ്പിറ്റൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി നോക്കിയേ, വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? ഓക്കെ, സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. അല്ലെ, ഒരു വർക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇല്ലേ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ഫേമിലാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങളുടെ മേലധികാരികൾ സ്ട്രെസ് കാര്യങ്ങൾ, ഭയങ്കര ടാർജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ഇല്ലേ, ഭയങ്കര ചിലവര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, ഈ ഓർഗനൈസേഷനില്, ഡിഫറെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫിനാൻസ് ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവര് പലരും പറയുന്നത് കേൾക്കാം, അല്ലെ? ഭയങ്കര പ്രഷറാണ്, കൂടുതല് ജോലി ഭാരമുണ്ട്, അല്ലെങ്കിൽ ലീവ് കിട്ടില്ല, ലീവ് തരില്ല അവര്, ഭയങ്കര പ്രഷറാണ്, ടാർജറ്റ് ഉണ്ട് എന്നൊക്കെ, അല്ലെ? വെല്ലോണം ഒന്ന് എനിക്ക് അവിടെ നിന്ന് പോന്നാ മതി, അല്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലരിൽ നിന്നും കേൾക്കാറുണ്ട്. അപ്പൊ അവർക്ക് അവിടെ ഭയങ്കര പ്രഷറും കാര്യങ്ങളും, ചിലവർക്ക് ടെൻഷനൊക്കെയാണ്, ടെൻഷൻ കൊണ്ട് പല അസുഖങ്ങളും വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഫേമുകളും ഉണ്ട്. അപ്പൊ ഇവർക്ക് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? നമ്മള് നല്ലൊരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അവരവിടെ നിലനിൽക്കാനായിട്ടും, അല്ലെ, റീറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്കല്ലേ, അല്ലെങ്കിൽ റിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം അവരിൽ ഉടലെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് their responsibility. പിന്നെ ഓരോ സ്റ്റാഫിനും ഓരോ ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെ? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ആയിരിക്കില്ല ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനുള്ളത്. ഓക്കെ, HR മാനേജറുടെ ഡ്യൂട്ടി ആയിരിക്കില്ല ആർക്കുള്ളത് ഈ മാനേജർക്കുള്ളത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടി ആയിരിക്കില്ല നഴ്സുമാർക്കുള്ളത്, അല്ലെ? പലർക്കും ഡിഫറെന്റ് ആണ് റൂൾസും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ, ഓരോ സ്റ്റാഫിന്റെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്നുള്ളത് അവരെ അറിയിച്ച് അത് കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, conduct a hospital employee satisfaction survey. ഇനി ഈ പേഷ്യൻസിന് മാത്രം നമ്മൾ ഈ സർവേ നടത്തിയാൽ പോരാ, പകരം ആർക്കും കൂടി നടത്തണം. അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും കൂടി അല്ലെങ്കിൽ എംപ്ലോയീസിനും കൂടി അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ സർവേ എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വർക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ സ്ട്രെസ് ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കുന്നത്.
ഓക്കെ, അപ്പൊ അവരിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെ വർക്കുമായിട്ട് അവരുടെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ചേഞ്ചസുകൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താണ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ടു എൻഹാൻസ് ദിയർ പെർഫോമൻസ്. ഇനി എന്താ ചില ആളുകൾക്ക് ചിലപ്പോ നല്ല കഴിവുകൾ ഉണ്ടാവാം, അത് അവർ പ്രകടിപ്പിക്കാറില്ല ഇല്ലേ. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴും എന്താണ് മറ്റുള്ളവര് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ പറയും എന്താ പാട്ട് പാടാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്ന് പാടാം, അല്ലെങ്കിൽ എന്താണ് ക്ലാസ്സൊക്കെ ബോറടിക്കുമ്പോ അല്ലെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാൻസ് കളിപ്പിക്കും, പാട്ട് പഠിപ്പിക്കാറുണ്ട് ടീച്ചേഴ്സുമാരെ ഇല്ലേ. നിങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ലേ? ആരും ചെയ്യിപ്പിച്ചിട്ടില്ല അങ്ങനെ? ക്ലാസ് ഒക്കെ ബോറടിക്കുമ്പോ അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് ചെയ്യുമ്പോ ടീച്ചേഴ്സ് അങ്ങനെ പറയാറുണ്ട് അല്ലെ, ചെയ്യിപ്പിക്കാറുണ്ട് നമ്മളെ കൊണ്ട്. നിങ്ങൾ പാടാറുണ്ടോ പാട്ടുകള്? പാട്ടുകൾ പാടാറുണ്ടോ? എന്നിട്ട് അർജുൻ പാടാറുണ്ടോ? പാടോ അർജുൻ? പാട്ട് പാടോ? ചെയ്യിപ്പിക്കാറുണ്ടല്ലോ എല്ലാവരെ കൊണ്ടും. പാടോ? ആഹാ, അപ്പൊ നമുക്ക് ക്ലാസ് കഴിയുമ്പോ അർജുന്റെ ഒരു പാട്ട് കേട്ടോ. പാടോ എന്ന്? ഇപ്പൊ തന്നെ പ്രിപ്പയർ ആയിക്കോട്ടോ, ക്ലാസ് കഴിയുമ്പോ അർജുന്റെ ഒരു പാട്ട്. കളിയാക്കിയതല്ലോ മിസ്, നോക്കട്ടെ. ഓക്കെ, അർജുൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ നമുക്ക് ബോറടി ആണല്ലേ, ഇതൊക്കെ ലെങ്തി ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കേട്ട് നമുക്ക് മടുത്ത് അല്ലെ. ഓക്കെ, അപ്പൊ അർജുന്റെ ഒരു പാട്ട് പാടണം കേട്ടോ. ഈ നെക്സ്റ്റ് ക്ലാസ്സില് ആരാ പാടാം? അമർജിത്ത് പാടോ? ആൺകുട്ടികളൊക്കെ ചുണക്കുട്ടികളാണെന്ന് തെളിയിക്കണം അല്ലേ? ആരുമില്ലേ പാടാനായിട്ട്? ഓക്കെ, അപ്പോ എന്താ നമ്മൾ പറഞ്ഞു എന്താ ഇങ്ങനെ എന്താണ് നമ്മളിപ്പോ ബാത്റൂമിൽ പോലും മൂളിപ്പാട്ട് പാടാത്തവര് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവില്ല ഇല്ലേ? ചെറുതായിട്ടെങ്കിലും മൂളിപ്പാട്ട് പാടാറില്ലേ നമ്മള്? എന്തോ ഞാനടക്കം പാടുന്നവരാണ് അല്ലെ. നമ്മൾക്ക് ശരിക്കും സംഗതി അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നമ്മള് എന്താ ചെറുതായിട്ട് പാടാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഉള്ളിലും അങ്ങനെയുള്ളൊരു കഴിവുണ്ട്. ഇപ്പോ എനിക്കുള്ള കഴിവായിരിക്കില്ല അർജുനുള്ളത്, അർജുനുള്ള കഴിവായിരിക്കില്ല അമൽജിത്തിനുള്ളത്, അമലിനുള്ള കഴിവായിരിക്കില്ല സുമാദേവിക്കുള്ളത് അല്ലെ. പലർക്കും ഡിഫറെന്റ് എന്താ കഴിവുകൾ ഉണ്ട് അല്ലെ, ഉണ്ട്. അപ്പൊ അവരുടെ ചിലവരെന്ത് ചെയ്യില്ല, അത് ഉള്ളിൽ തന്നെ വെക്കും അല്ലെ. അവരെയൊക്കെ ഒരു നാണക്കേട്, അതിൽ പറയുമ്പോ ഒരു നാണം, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല എന്നൊക്കെയാ പറയാറ് ഇല്ലേ, പറയാറുണ്ട് ആൾക്കാര്. പക്ഷെ അവർക്ക് ചിലപ്പോ നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ടാവാം അല്ലെ. അപ്പൊ അവരുടെ പെർഫോമൻസുകൾ നോൺ പെർഫോമൻസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ എന്താ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കണം. ഓക്കെ, നമുക്ക് നോക്കാലോ അർജുനെ നല്ല രീതിയിൽ പാട്ട് പാടാനുള്ള കഴിവുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് എല്ലാ ദിവസവും നമുക്ക് പഠിപ്പിക്കാം അല്ലെ. ഓക്കെ ആണോ നിങ്ങള്? എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ അല്ലെ. ഓക്കെ, ഓരോരുത്തരും ഇനി നെക്സ്റ്റ് ഡേ ആരായിരിക്കും പാടുന്നത്? നെക്സ്റ്റ് ഡേ ആരാ പാടാ? ഇന്ന് അർജുനാണെങ്കിൽ നാളെ ആരാണ്? ഇല്ല, വേറെ ആരും പാട്ട് പാടില്ല നമ്മുടെ ക്ലാസ്സില്. മോശോട്ടോ നിങ്ങള്. 29 ആള് 30 ആള് ക്ലാസ്സിൽ ഉണ്ടായിട്ട് ആർക്കും പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഡാൻസ് കളിക്കോ? അതും കളിക്കണ്ടാവില്ല അല്ലേ. നിമിഷ കളിക്കോ? ഓക്കെ, നിങ്ങൾക്ക് എന്താ അറിയാം, പഠിക്കാൻ മാത്രം അറിയാം. പഠിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ പഠിക്കുന്നുണ്ട്, പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ പഠിക്കുന്നില്ല അല്ലേ. ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്കാം കേട്ടോ. എന്താ റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ്. എന്ത് ചെയ്യണം? ഈ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള് എന്താ ഇത്ര ടാർജറ്റ്, ഇപ്പൊ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനൊക്കെ നമ്മൾ ഇത്ര ടാർജറ്റ് അവര് പെർഫോം ചെയ്ത് ഒരു മാസം അവർ ഇത്ര ടാർജറ്റ് വെച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് അവർക്ക് റിവാർഡ് കൊടുക്കാറുണ്ട്. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ?
എന്താണ് പാരിതോഷികം ഇല്ലേ അല്ലേ? റിവാർഡുകൾ കൊടുക്കാറുണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങള്? ഓരോരുത്തർ ഇപ്പോ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ കേട്ട് എന്താ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവാം സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നത് ബെസ്റ്റ് പെർഫോമൻസിന് ഇല്ലേ? നമ്മൾ കാണാറുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും ഇപ്പൊ ഒരു മാസം കൊണ്ട് ഇത്ര അച്ചീവ് ചെയ്ത ആൾക്ക് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് അവര് എന്താണ് പാരിതോഷികങ്ങൾ കൊടുക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അതുപോലെ ഏറ്റവും നല്ല പെർഫോമൻസിനെ കണ്ടെത്തിക്കൊണ്ട് റിവാർഡുകൾ കൊടുക്കുക. അപ്പൊ എന്താണ് ഇപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ ഈ എന്താ ഈ ഇയറില് ഒരാൾക്കാണ് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാല് നെക്സ്റ്റ് ബാക്കിയുള്ള സ്റ്റാഫുകൾക്ക് ഒരു വാശി ഉണ്ടാവും അല്ലെ? ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾക്കായാലും ഒരു വാശി ഉണ്ടാവും. സ്കൂളിലൊക്കെ എന്താ ക്ലാസ് ഫസ്റ്റ് ഒരു കുട്ടിക്ക് ഇപ്പോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് എന്തുണ്ടാവും? വാശി ഉണ്ടാവും. ഉണ്ടാവാറുണ്ടാ? ഞാൻ വാങ്ങിക്കും അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കും എന്നുള്ളൊരു വാശി നമ്മുടെ ക്ലാസ്സിൽ ആർക്കില്ലല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോരാ മതി എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു ഓക്കെ മിസ്സിന് അറിയാം എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോണം അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് അല്ലെ? ഇനി അടുത്ത എക്സാമിന് ഞാൻ വാങ്ങിക്കും, മിസ്സിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കും എന്നുള്ള രീതിയിലാണ് നമുക്കൊരു വാശി ഉണ്ടാവും അല്ലെ? മറ്റുള്ളവർക്കും കിട്ടുമ്പോൾ എനിക്കും കിട്ടണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്തരം കാര്യങ്ങളാണ് സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്തുപറ്റി? ഷംസീന സ്റ്റാർ കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ, ടീച്ചേഴ്സ് അങ്ങനെ സ്റ്റാർ ഒക്കെ കിട്ടാൻ വേണ്ടിട്ടൊക്കെ കൊടുക്കുമായിരുന്നു സ്റ്റാർ. ഇപ്പൊ എന്റെ മോൾക്കായാലും ഹിന്ദി അവൾക്ക് പഠിക്കാനായിട്ട് ഇഷ്ടമാണ്. അത് ഇപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് തുടങ്ങിയിട്ടുള്ളത് ഹിന്ദി. അപ്പോ ആൾക്ക് വായിക്കാനായിട്ടായാലും ഹിന്ദി മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മിസ്സുമാരോടുള്ള ഇഷ്ടപ്രകാരം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്, കുറെ സബ്ജക്റ്റുകൾ അല്ലെ? മാത്സ് മിസ്സിന് ഇഷ്ടമായിരിക്കാം, ഹിന്ദി ടീച്ചറൊക്കെ ഇപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും വന്നിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് ഒന്നും പഠിക്കില്ല, ഹിന്ദി ഇരുന്ന് ഭയങ്കര വായനയാണ്. അപ്പൊ ഇങ്ങനെ കാണാപ്പാടൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഇന്ന് പോയിട്ട് വൈകുന്നേരം വന്നിട്ട് പറയും മമ്മി എനിക്ക് സ്റ്റാർ കിട്ടി. അപ്പൊ റീഡിംഗ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ ഇത് ഗ്രൂപ്പിലിടും. അപ്പൊ ഇങ്ങനെ വായിക്കും, ആൾ തന്നെ ഇരുന്ന് വായിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വായിപ്പിക്കുമ്പോ സ്റ്റാർ കിട്ടി എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അങ്ങനെ വന്നിട്ട് ഇപ്പൊ അങ്ങനെ മിസ്സുമാർ ഇപ്പൊ സ്റ്റാർ അതുപോലെ തന്നെ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്ചു പോലത്തെ ഒരു ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതിന് എഴുതിയിട്ട് നല്ല അതൊക്കെ കൊടുക്കുന്നത് എന്താ ശരിക്കും പറഞ്ഞാല് റിവാർഡ് തന്നെയാണ് അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓരോ കുട്ടികൾക്കും ഓരോ വാശിയും കാര്യങ്ങളും അതിനോടുള്ള ഒരു ഇഷ്ടവും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് വാങ്ങിച്ചു നോക്കി, ഇത്ര പേര് ഒന്ന് വാങ്ങിച്ചു നോക്കാം കേട്ടോ.
ഇനി എന്താണ് സ്ട്രാറ്റജീസ് അല്ലെ? എന്താണ് ഈ സ്റ്റാഫിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സ്ട്രാറ്റജീസ്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. ഏതൊക്കെയാണ്? ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ? വർക്കിംഗ് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാം. ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്റ്റോട് കൂടിയിട്ട് അല്ലെ? ഇവിടെ വരുന്ന ഓരോ മെമ്പറും അല്ലെങ്കിൽ സ്റ്റാഫുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയൊക്കെ നല്ല രീതിയിൽ അവരോട് റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറാം അല്ലെ? പിന്നെന്താ? പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. അവിടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, അല്ലെ ബുദ്ധിമുട്ടുണ്ടോ, സ്ട്രെസ് ഉണ്ടോ അല്ലെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്കിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. Be empathetic and motivate non-performers. Non-performersനോട് എംപതറ്റിക് ആയിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പെരുമാറാനായിട്ട് നോക്കാം. പിന്നെന്താ? Acknowledged and rewarded best performance. ഓക്കെ, acknowledged എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസിന് റിവാർഡുകൾ, പാരിതോഷികങ്ങളും നൽകണം. ഇത്തരം കാര്യങ്ങളാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് തേർഡ് റീസൺ ആണ് ടു നോ മൂഡ് ആൻഡ് ആൻറ്റി പേഷ്യൻസ് അല്ലെ? മൂഡ് ഓഫ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആൻറ്റി ദേഷ്യം വരുന്ന പേഷ്യൻസിനെ അറിയുക. എവറി ഹോസ്പിറ്റൽ നീഡ് എ സിറ്റുവേഷൻ where they should deal with the angry patients അല്ലെ? എവറി ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലും ഒരു ഇങ്ങനെയുള്ള ഒരു പേഷ്യൻസ് അല്ലെ, ആംഗ്രി ആയിട്ടുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അല്ലെ? It's a challenging task to cope with such patients and especially when they exhibit their frustrations on hospital. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇത്, ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത്. പേഷ്യൻസ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് വേരിയസ് reasons such as delay in pay or appointment, long patient time, waiting time, wrong diagnosis and treatment, absence of quality care and a lot of more. Okay, ഇനി ഇങ്ങനെയുള്ള പേഷ്യൻസുകളെ എന്തിനു വേണ്ടിയിട്ടാണ് ആംഗ്രി അല്ലെ ദേഷ്യപ്പെടുന്നത്? എന്തായിരിക്കാം? പല റീസൺസ് ഉണ്ട് അല്ലെ? റീസൺസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്താണ് റീസൺസ് എന്ന് പറയുന്നത്? ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ ഈ ഔട്ട് പേഷ്യന്റിലൊക്കെ, ഇൻ പേഷ്യന്റിൽ ഔട്ട് പേഷ്യന്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പല റീസൺസുകൾ പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് മൊഡ്യൂൾസിലൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് എന്താണ്, നമ്മൾ ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് 10 മണിക്ക് വരാനോ അല്ലെങ്കിൽ 10:30 വരാനോ പറയും. പക്ഷെ അപ്പോയിന്റ്മെന്റ് എടുക്കാത്തവര് വന്നിട്ട് നമ്മൾ ആ ടൈമിൽ കറക്റ്റ് ടൈമിൽ വരുമ്പോ പറയും ഇവര് കയറിയാൽ മതി കേട്ടോ എന്ന് പറയാറുണ്ട് ഇല്ലേ? പലർക്കും, എനിക്കായാലും അനുഭവമുള്ളതാണ് അല്ലെ? അങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഡിലേ വരുന്നത്. അതുപോലെ തന്നെ എന്താ, നമ്മള് പേഷ്യന്റിനെ കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ? അനാവശ്യമായിട്ടുള്ള വെയിറ്റിംഗ് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? ഇപ്പൊ ഡോക്ടേഴ്സ് വരാതെയോ അല്ലെങ്കിൽ ഫയൽ എടുക്കാനോ അങ്ങനെ നമ്മളെ കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഞാനൊരു അനുഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. എന്റെ മോള് ചെറുതായിരുന്നു, ഒരു 3 month ഒക്കെ ആയിരുന്നപ്പോ പിന്നെ ജലദോഷവും ചുമ ഇങ്ങനെയൊക്കെ വന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു ആൾക്ക്. ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഭയങ്കര തിരക്കാണ് കേട്ടോ ആ ടൈമില് ഡോക്ടറെ കാണാനായിട്ട്. അപ്പോ ഞാനങ്ങനെ ചെന്നപ്പോ നഴ്സിനോട് ചോദിച്ചു, അവിടെ അസിസ്റ്റന്റ് നഴ്സുമാരുണ്ടാവല്ലോ ഡോക്ടേഴ്സിന്റെ അവിടെ നിൽക്കുന്നത്, റൂമിൽ നിൽക്കുന്നത്. അസിസ്റ്റന്റ് നഴ്സിനോട് ചോദിച്ചു, കുഞ്ഞിനെ കൊണ്ട് കയറിക്കോട്ടെ, വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കൈക്കുഞ്ഞാണല്ലേ? അപ്പൊ പലരും നിൽക്കുന്നത് വലിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടാണ്. അപ്പൊ ഇതിനൊന്നൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചോട്ടെ ഡോക്ടറെ ചോദിച്ചപ്പോ പറഞ്ഞു പറ്റില്ല, എല്ലാവരും ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് പറ്റില്ല, നിങ്ങളുടെ ടൈം ആവുമ്പോൾ നിങ്ങളുടെ ആ നമ്പർ വിളിക്കുമ്പോൾ മാത്രം കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ. കുഞ്ഞാണെങ്കിൽ ആൾക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പറയാൻ പറ്റും, അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇതിന് 3 month ആവുമ്പോ കുഞ്ഞാണല്ലേ? അതുകൊണ്ട് തന്നെ ആള് ഭയങ്കര കരച്ചിലും അതൊക്കെയാണ്. നമ്മൾ തോളത്തൊക്കെ കിടത്തിയിട്ട് തട്ടിയിട്ടും ആളും ഇങ്ങനെ കരച്ചിലൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ അവിടുത്തെ നേഴ്സ് പറയുന്നത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നിങ്ങളുടെ നമ്പർ ആവുമ്പോ വിളിക്കാൻ പറ്റുള്ളൂ,
കയറാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ ഇങ്ങനെ കയറ്റി കാണിക്കാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഇത് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്താ റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താ ചിലപ്പോ രോഗനിർണയം നടത്തുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതൊക്കെ എന്താ റോങ് ആയിട്ടുള്ള ഒരു സാഹചര്യം വരാം അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും ചിലപ്പോ എന്താ ആ രോഗിയുടെ രോഗത്തിനായിരിക്കില്ല മരുന്നുകൾ കൊടുക്കുന്നത്. പലർക്കും അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ചിലപ്പോ 1 വർഷമായിട്ടും അല്ലെങ്കിൽ 6th month ആയിട്ടും കഴിച്ചിട്ടൊരു കുറവുമില്ല. ആ ഡോക്ടറെ തന്നെ നമ്മൾ കാണിക്കുന്നത് തുടർച്ചയായിട്ട്. പക്ഷെ എന്താ മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്, കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മാറുന്നില്ല അസുഖം. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. എന്ത് രോഗമാണ് ചിലപ്പോ ഡോക്ടർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോ പല മരുന്നുകൾ എഴുതാം അല്ലെ. അങ്ങനെയും ഡോക്ടേഴ്സുകളുണ്ട്. പിന്നെ രോഗി ഇങ്ങനെ പല രോഗങ്ങളും രോഗം മനസ്സിലാവാതെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് രോഗി മരണപ്പെടാം, അങ്ങനെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം. പിന്നെ എന്താ പറയുന്നത്, ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ, നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ കിട്ടാത്തൊരവസ്ഥ അല്ലെ. അപ്പൊ ഇതൊക്കെ കൊണ്ടാവാം ഇങ്ങനെയുള്ള പേഷ്യൻസ് ചിലപ്പോൾ ദേഷ്യപ്പെടാറുള്ളത് അല്ലെ. നമ്മൾക്ക് അനുഭവം ഉള്ളതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇപ്പോ അവിടുത്തെ സ്റ്റാഫുകളോടായാലും ഡോക്ടേഴ്സിനോടായാലും നഴ്സുമാരോടായാലും പല ആളുകളും ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക് അല്ലെ. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവരിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. ആൻഡ് ഇഫ് ദ hospital do not address their issue, they might even face a legal cheat from the patient. ഇനി എന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പേഷ്യന്റുകൾ അപ്സെറ്റ് ആകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് രോഗികളെ നമ്മൾ അവഗണിക്കാതെ അവരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ നല്ല രീതിയിൽ അവരെ നമ്മൾ നോക്കുക, പഠിക്കുക. ഇവരെന്താണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെടാനായിട്ടുള്ള കാരണം എന്നുള്ളത് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഇവർക്ക് ഇപ്പോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചതെങ്കിൽ ഈ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കൊടുക്കാൻ പറ്റും, കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും അല്ലെ. ഇല്ലേ, ആണോ അല്ലെ. പേഷ്യൻസിന് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കംപ്ലൈന്റ് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുമ്പോ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കാതെ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ ഹോസ്പിറ്റലുകാരെന്ത് ചെയ്യണം, ഹോസ്പിറ്റൽസ് cannot disgrade such a situation, so it's better to learn how to cope with the patient. As a care provider, hospital need to realize the warning signs and control the situation before it gets worsened, and need to create the best practices and follow them to handle angry patients. അപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ കംപ്ലൈന്റുകൾ കൊടുത്ത് പ്രശ്നങ്ങൾ വഷളാക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ആക്കി മാറ്റണം. ഓക്കെ, നമ്മളിപ്പോ ഒരു വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം, ഡോക്ടറെ നമ്മൾ ഇപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോ ഒരു പേഷ്യന്റ് അവിടുത്തെ സ്റ്റാഫുകളോട് ഭയങ്കര കയർത്ത് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെടാം. അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടറെ നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ള റീസൺ നമുക്ക് പറഞ്ഞു കൊടുക്കാം ആ സ്റ്റാഫുകൾക്കോ നഴ്സുമാർക്കോ. ഡോക്ടർ ഇപ്പോ വരും, അല്ലെങ്കിൽ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി ഡിലേ വന്നതാണ്, ഡോക്ടർ ഇപ്പോ വരും, ഇപ്പോ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കാരണം അറിഞ്ഞു കഴിഞ്ഞു അല്ലെ, ഡോക്ടർ എന്താണ് വൈകുന്നത്, എന്താണ് വരാൻ വൈകുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പേഷ്യന്റ് ഒന്ന് തണുക്കും അല്ലെ, ആ ദേഷ്യം ഒന്ന് കുറയാനായിട്ട് ഇടവരും. ആ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനത്തോടു കൂടി അവരോട് പറയാനായിട്ട് ശ്രമിക്കാം. പേഷ്യന്റ് ദേഷ്യത്തോട് സംസാരിക്കുമ്പോ ആ സ്റ്റാഫുകൾ തിരിച്ച് ദേഷ്യത്തോട് സംസാരിക്കുമ്പോ എന്ത് ചെയ്യും അവിടെ ഇടി അല്ലെ, അല്ലെങ്കിൽ കൂട്ടത്തല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം,
അവരോട് ദേഷ്യപ്പെടുമ്പോ എന്താണ് കാരണം, ദേഷ്യപ്പെടാനായിട്ടുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള റീസൺസ് എന്താണ്, ഇപ്പൊ വെയിറ്റിംഗ് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യം എന്നുള്ള റീസൺ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മികച്ച എന്താ പുതിയ രീതികള് പ്രാക്ടീസുകളോ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി നോക്കാം. ഓക്കെ, നമുക്കിനി എന്താ ആദ്യം നമ്മള് ഈ ആംഗ്രി പേഷ്യൻസിന് ഹോസ്പിറ്റൽസിൽ നിന്ന് ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള ഇതാണ് നമ്മൾ പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ ബോക്സ് പറയുന്നത് കേട്ടോ. ആ ബോക്സ് നമ്മൾ രണ്ടാമത്തേലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആണ് ബോക്സ് വരുന്നത്. അത് ഇപ്പോ ഡൽഹി കയറി വന്നിരിക്കുന്നതാണത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്കിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ബോക്സ് പറയാം. ഓക്കെ, what can hospital do to deal with the angry patients? ഇനി എങ്ങനെയാണ് ഹോസ്പിറ്റൽസ് ഈ ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് അവരെ നേരിടാനായിട്ട് പറ്റും? എന്താണ്? ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. എന്ത് ചെയ്യണം? ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ, അവരെ നമ്മളോട് ദേഷ്യപ്പെട്ട് പെരുമാറുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നും സംസാരിക്കാതെ ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്താ, കാമായിട്ടിരിക്കുക. ഇനി എന്താ, gather all the details about the patient's disease and treatment provide to them. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? രോഗി അല്ലെ, രോഗിയുടെ രോഗത്തെ കുറിച്ചും നൽകിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുക. അവർക്ക് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയും വേണം. അവർക്ക് അവരുടെ ഡിസീസിനെ കുറിച്ച്, അവർക്ക് എന്താണ് രോഗം എന്നുള്ളതും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ എടുക്കാം. പിന്നെന്താ, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ദ പേഷ്യന്റ് ടു ഡിഫറെന്റ് റീസൺസ് ബിഹൈൻഡ് ദെയർ ഔട്ട്ബ്രസ്റ്റ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഔട്ട്ബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പൊട്ടിത്തെറിക്കുക കേട്ടോ. അപ്പൊ എന്താണ് അവര് പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനുണ്ടായിട്ടുള്ള കാരണം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. Show empathy and try to solve their issues. എന്താ, എമ്പതിയോട് കൂടിയിട്ട് എമ്പതി കാണിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഇഷ്യൂസ്, അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് അറിഞ്ഞ് ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുകയും ശ്രമിക്കുക, അല്ലെങ്കിൽ സോൾവ് ചെയ്യുകയും ചെയ്യുക. പിന്നെന്താ, അവോയ്ഡ് ഗിവിംഗ് എവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ത്രെറ്റ്സ്. എന്ത് ചെയ്യണം? ആർഗ്യുമെന്റ് ചെയ്യാതെ. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നിട്ട് നമ്മളോട് കയർത്ത് സംസാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതല്ല കാരണം, ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിനെ നമ്മള് ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നം എന്നുള്ള രീതിയിൽ അവിടുത്തെ സ്റ്റാഫുകൾ സംസാരിക്കുമ്പോ രണ്ടുപേരും തമ്മിൽ എന്താണ്, തർക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അവിടെ ഒരു ഇടി നടക്കാൻ അല്ലെങ്കിൽ കൂട്ടത്തല്ല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊന്നും അങ്ങനെ ചെയ്യാതെ എന്താണ്, ഈ ആർഗ്യുമെന്റ് ചെയ്യാതെ അല്ലെ, ആർഗ്യു ചെയ്യാതെ എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനും വലിയൊരു പ്രശ്നമാക്കി മാറ്റാതിരിക്കാനും ശ്രമിക്കുക. പിന്നെന്താ, protect legally by carefully documenting clinical and administrative complaints. പേഷ്യൻസിന് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പരിഗണിക്കുക. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടറെ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തു നിന്നാണ്. ഇനി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, പേഷ്യൻസ് കംപ്ലൈന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നാണെന്നുള്ളത് അംഗീകരിക്കുകയും ആ കംപ്ലൈന്റ് നമ്മൾ പരിഗണിക്കുകയും ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അവരെങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളതിന്റെ റീസൺസ് എന്നുള്ളതിന്റെ ആ കാര്യങ്ങളാണ് അവിടെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. Implementing strategies to deal with the angry patients. Okay, step 1 to 6 വരെ ഉണ്ട്.
കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നുകൂടി വലുതാക്കാം. എന്താണ് സ്റ്റെപ്പ് 1? Acknowledge and listen to patients' complaints calmly. എന്താ പറയുന്നത്? പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് അംഗീകരിക്കുക അല്ലെ? അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അംഗീകരിക്കുകയും അത് ശാന്തമായിട്ട് കാംലി അതെന്താ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കുകയും ചെയ്യണം. ഇനി എന്താ സ്റ്റെപ്പ് 2? Try to understand the root causes of the problem. Try to understand the root cause of the problem. എന്താണ് പറയുന്നത്? പ്രശ്നത്തിന്റെ പ്രധാന റൂട്ട് എവിടെയാണെന്നുള്ളത് കണ്ടെത്തുക. സ്റ്റെപ്പ് 3, avoid being defensive and respond with empathy. എന്താണ്? പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതിരോധാത്മകമായിട്ട് പെരുമാറാതെ സഹാനുഭൂതി അല്ലെ എമ്പതിയോട് കൂടിയിട്ട് ഇവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. Make the patients feel that their concerns are taken seriously. ഇനി എന്താണ്? അവരുടെ പ്രശ്നങ്ങള് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലുകാര് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ അവർക്ക് ഫീൽ ചെയ്യണം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഞങ്ങളുടെ കംപ്ലൈന്റ്സ് അവര് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫീലിംഗ് എന്താണെന്നുള്ളത് അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ സീരിയസ്നെസ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് മനസ്സിലാവണം. പിന്നെന്താണ്? സ്റ്റെപ്പ് 5, apologize and take a quick action to settle the problems. എന്ത് ചെയ്യാ? അവരോട് ക്ഷമ ചോദിക്കുകയും, അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ ക്ഷമാപണം അല്ലെ? ക്ഷമ ചോദിക്കുകയും അവരുടെ പ്രോബ്ലംസ് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും വേണം. ഇനി 6th സ്റ്റെപ്പ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദി സിറ്റുവേഷൻസ്. എന്താണ്? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താം അല്ലെ? ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇനി എന്താണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും പേഷ്യൻസിന് എന്നുള്ളത് അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം. ഓക്കെ, വായിച്ചോക്കെ.
അയച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം. To improve patient experience. നാലാമത്തെ റീസൺ ആണ് പേഷ്യന്റ് എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Most doctors spend a short span of time in which they want to complete their various tasks, from catching up with the patients, understanding their concerns, and providing the required treatment. In such cases, it would be difficult for doctors to address all the problems of the patients. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഈ ചില എന്താണ് ഇപ്പോ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ അനുഭവങ്ങൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഷോർട്ട് സ്പാൻ എന്ന് പറഞ്ഞാല് ചെറിയൊരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. എന്താണ്, നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഒരു ഡോക്ടറെ തുടർച്ചയായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മാസക്കാലമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോ എന്താണ്, ആദ്യമായിട്ടൊരു ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ എന്താണ്, നമുക്ക് ലക്ഷണങ്ങൾ എന്താണ്, നമുക്ക് എന്തൊക്കെ മെഡിസിൻസുകളാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ ഒരു മാസമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോ ഡോക്ടർ എന്താണ്, ഒരു മാസമായിട്ട് കാണിച്ചു, എന്നിട്ട് ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ ഇനി വരണം, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, അതിന്റെ 2 ആഴ്ച നമ്മൾ മരുന്ന് കൊടുത്തു, വിട്ടു, 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ പോയി. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത് ഡോക്ടർ ഇല്ല, ഡോക്ടർ ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ട്, അവിടെ ഡോക്ടർ ഇല്ല എന്ന് പറയുന്നു. അല്ലെ, പലർക്കും എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോ ഇല്ലേ. എന്താണ്, നമ്മൾ തുടർച്ചയായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കാം, പക്ഷെ കുറച്ചു നാളെ അദ്ദേഹം അവിടെ ഉണ്ടാവുള്ളൂ ഇല്ലേ. പലർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണത് അല്ലെ. അപ്പൊ എന്താണ്, ആ രോഗിയുടെ ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ സ്റ്റോപ്പ് ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. കണ്ടിന്യൂറ്റി അവിടെ സ്റ്റോപ്പ് ആയിട്ട് പോകുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്, നമ്മളൊരു ഡോക്ടറെ കണ്ടു, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അല്ലെ. ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെന്റ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അവിടെ പോകുമ്പോ ഡോക്ടർ ഇല്ല, ട്രാൻസ്ഫർ ആയി പോയി എന്ന് പറയുന്നു. അപ്പോ ചിലപ്പോ നമ്മളൊക്കെ ഇങ്ങനെ മരുന്ന് നൽകി പിന്നെയും കാണണമെന്ന് പറയുമ്പോ എന്താണ്, നമ്മൾ പോവും അല്ലെ. അതെ, വേറെ ഡോക്ടർ ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ. ഡോക്ടർ പോയി, ട്രാൻസ്ഫർ ആയി പോയി, വേറെ ഡോക്ടർ ഉണ്ടെന്ന്. അപ്പൊ പിന്നെയും എന്താണ്, നമ്മൾ ആ ഡോക്ടറെ കാണുമ്പോ പിന്നെയും ഒന്നേന്ന് നമ്മൾ ഇങ്ങനെ തുടങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് പകുതി ആയപ്പോഴേക്കും ഡോക്ടർ പോയി, പിന്നീട് പിന്നീട് വന്ന ഡോക്ടർക്കാണെങ്കിൽ, പുതിയൊരു ഡോക്ടർക്കാണെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുകൾ ഇതൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, അസുഖം എന്താണ്, എത്തരത്തിലുള്ള മരുന്നുകളാണ് മറ്റൊരു ഡോക്ടർ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ആദ്യം ഒന്നേന്ന് തന്നെ എന്താണ് തുടങ്ങേണ്ടതായിട്ട് വരും അല്ലെ. രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ആ ഡോക്ടർക്ക് പറ്റില്ല. ഓക്കെ, ഇനി എന്താ, ഇഫ് we would not get answers for specific queries like did we provide the desired care, did we give the right advice, it would be difficult for hospital to improve the patient experience. ഇനി ഇവിടെ ചില ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലുകാർക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ലഭിക്കണം.
അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ, ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസൈർഡ് കെയർ, അല്ലെ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണം ലഭിച്ചിട്ടുണ്ടോ? ഡിഡ് വി ഗിവ് ദ റൈറ്റ് അഡ്വൈസ്, അവരിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് പേഷ്യൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, ഒരു ഡോക്ടറെ കണ്ടു, പിന്നീട് ആ ഡോക്ടർ മാറിപ്പോയി. അപ്പൊ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ചിലപ്പോ രോഗങ്ങൾക്ക് മുക്തി കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ രോഗത്തിന് ഒരു ശമനം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെ. ഒരു ഡോക്ടർ വന്നു, പിന്നീട് വേറെ ഡോക്ടർ വന്നു, പിന്നീട് ആ ഡോക്ടർ പോയി, വേറെ ഡോക്ടർ വന്നു. അപ്പൊ എന്താണ്, കണ്ടിന്യൂറ്റി പോവുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് പറ്റാത്തത്. ഓക്കെ, വൺ ഓഫ് ദി ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് ഇറ്റ് ഈസ് by engaging with the patients and addressing their problems correctly after every interactions. ഇനി എന്താ പറയുന്നത്, ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യേണ്ട ബെസ്റ്റ് വേ, അല്ലെ, ഏറ്റവും നല്ല വേ എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിനോട് കൂടുതലായിട്ട് എൻഗേജ് ആയിട്ട് അവരുടെ പ്രോബ്ലങ്ങൾ നമ്മൾ മനസ്സിലാക്കി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം, അല്ലെ. ഓരോ സ്റ്റാഫുകൾ നമ്മള് ഇപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. നഴ്സിംഗ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പേഷ്യൻസിനോട് എൻഗേജ് ചെയ്യുന്നവരാണ്, അല്ലെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എന്താണ്, അവരുടെ അനുഭവം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ, നല്ല രീതിയിലുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരോട് കൂടുതലായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ലാസ്റ്റ് ബോക്സ് നമുക്ക് നെക്സ്റ്റ് ഡേ പറയാം. വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നോക്കാം. എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ സിസ്റ്റം ടു സ്ട്രീംലൈനിങ് ഹോസ്പിറ്റൽ പ്രോസസ്, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. എന്താണ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് മാറ്റാം. നമ്മളിപ്പോ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ സംവിധാനങ്ങൾ എന്താണ്, ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലാണ്, അല്ലെ, അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്താണ്, രജിസ്ട്രേഷൻ കാര്യങ്ങളായാലും, ഇപ്പൊ പേയ്മെന്റ്, ബില്ലിംഗ്, ഷെഡ്യൂളിംഗ് ചെയ്യുന്നതായാലും, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതായാലും, റിപ്പോർട്ടുകൾ, ഇതൊക്കെ എല്ലാം എന്താണ്, സോഫ്റ്റ്വെയർ സംവിധാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ, ഫോക്കസ് on each patient and provide personalized patient care. എന്താണ്, പേഷ്യന്റ് കെയർ, അല്ലെ, അവിടെ ഓരോ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ എന്ന് പറഞ്ഞാല് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ ആക്കി മാറ്റാം, വ്യക്തിഗത കെയറിലോട്ട് ആക്കി മാറ്റണം. വ്യക്തിപരമായിട്ട് ഓരോ പേഷ്യൻസിനെയും നമ്മൾ കെയർ ക്വാളിറ്റി കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. റീഡ് ഔട്ട് ദ പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. പിന്നെ എന്താണ്, ഈ അവർക്ക് നല്ല രീതിയിൽ അവരോട് പേഷ്യൻസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ മനസ്സിലാക്കി ഓരോ ഡയറക്ഷനുകൾ കൊടുക്കുക, അല്ലെ. അപ്പൊ എന്താണ്, ഇന്ന മരുന്നുകൾ ഇന്ന ദിവസം കഴിക്കണം, അതുപോലെ തന്നെ ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഡയറക്ഷനുകൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ എന്താണ്, കണ്ടക്ട് പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. അറിയാലോ, പേഷ്യന്റ് സർവേ, നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാം, അതിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാം. പിന്നെന്താ, try to understand how the patient perceive the quality of the care given. അതുപോലെ തന്നെ എന്താണ്, ഈ പേഷ്യൻസിനെ മനസ്സിലാക്കിയിട്ട്
നല്ല രീതിയിൽ ഓരോ പേഷ്യൻസിനെയും മനസ്സിലാക്കി, ഓരോ പേഷ്യന്റ് ഡിഫറെന്റ് ആണ് അല്ലെ, അപ്പൊ അവരുടെ ആവശ്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും, അതനുസരിച്ചുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് നോക്കാം. ഡിസ്കസ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. എന്താണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ മാനേജേഴ്സ് അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ, ക്വാളിറ്റി മെഷേഴ്സ് നല്ല രീതിയിൽ എടുത്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ പറയാം, നമുക്ക് അർജുന്റെ പാട്ട് കേൾക്കാം. വായിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അർജുൻ റെഡി അല്ലേ പാടാനായിട്ട്? നിങ്ങൾ പാട്ട് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ആ ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, അപ്പോ പാടിക്കോളൂ കേട്ടോ. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറവാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തനുനീറൻ കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുളും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ മലരേ നിന്നെ കാണാതിരുന്ന മിഴിവേറിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടന്നരികത്തിനണയാതിരുന്ന അഴകേറിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാലോലമറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെന്തേ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയുമീ നാളിൽ തളരുന്നൊരെന്തേ തനു തോറും നിന്റെ അലതൻ പ്രണയത്താൽ ഉണരൂ മലരേ അഴകേ. കഴിഞ്ഞോ? നന്നായിരുന്നു അല്ലേ പാട്ട്? ഇനിയും വേറൊരു പാട്ട് പാടാം. അയ്യോ 1 മിനിറ്റ് ടൈമായി. നെക്സ്റ്റ് ക്ലാസ്സിൽ പാടിയാൽ മതി അർജുൻ.
എന്നാ അടുത്ത ക്ലാസ്സിൽ ആ ഓക്കെ. അപ്പൊ നാളെ നമുക്ക് പാടാം. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പാട്ടുണ്ടാവും കേട്ടോ. പ്രിപ്പയർ ആയിക്കോളൂ. ക്ലാസ് Okay. കഴിയുമ്പോ ബോർഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അർജുനെ കൊണ്ട് മറ്റൊരു പാട്ട് പാടിക്കാം അല്ലെ? അടുത്ത Okay. ദിവസം അടിപൊളി പാട്ട് പാടാം. ആ അടുത്ത ദിവസം അടിച്ചുപൊളി. ഓക്കെ. അപ്പൊ നന്നായിരുന്നു കേട്ടോ അർജുൻ. നല്ല കഴിവൊക്കെ ഉണ്ട്. ഓക്കെ. ക്ലാസ്സിലൊക്കെ ഞാൻ പാടാറുണ്ടോ? കുടുംബമേളക്കൊക്കെ പാടുന്ന മൈക്കില് ഓക്കെ. സ്റ്റേജ് പെർഫോം ചെയ്യുന്നുണ്ട്. അതെ അല്ലെ? നന്നായി. ഓക്കെ. അപ്പൊ നല്ല കഴിവുള്ള കുട്ടിയാണല്ലോ അർജുൻ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അർജുന്റെ പാട്ട് നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഓക്കെ. താങ്ക് യു.